നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വടക്കന്തറ ഭഗവതി അഥവാ തിരുപുരയ്ക്കൽ ഭഗവതി കണ്ണകിയാണ്. അതായത് തമിഴ് ഇതിഹാസ ചരിത്രമായ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി. അവളുടെ ഭർത്താവായ കോവിലിനെ മധുരയിലെ രാജാവ് തെറ്റായി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതറിഞ്ഞ കണ്ണകി നീതി തേടി രാജാവിനടുത്തെത്തി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവ് സ്വയമേവ മരിച്ചു. അവളുടെ ക്രോധത്തിൽ കണ്ണകി മധുരാ നഗരം തന്നെ ചുട്ടരിക്കുകയും പിന്നെ കൊടുങ്ങല്ലൂരിൽ ഒരു ദേവതയായി വന്ന് താമസിക്കുകയും ചെയ്തു. എന്നാൽ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ പാലക്കാട് വടക്കന്തറയിൽ ഒരു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. അവൾ വിശ്രമിച്ച സ്ഥലത്ത് ഒരു വിഗ്രഹം രൂപപ്പെട്ടു. ദേവിക്ക് മേൽക്കൂര പണിയാത്തതിനാൽ അവളെ തിരുപുരയ്ക്കൽ ഭഗവതി എന്ന് വിളിച്ചിരുന്നു. മഴക്കാലത്തും കാറ്റിനൊപ്പം ശക്തമായ മഴ പെയ്യുമ്പോൾ പോലും ദേവിയുടെ മുന്നിൽ കത്തിക്കുന്ന എണ്ണവിളക്കുകൾ ഒന്നും അണയ്ക്കുകയോ ചെയ്യാറില്ല. ദേവീ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ശാന്തമായ അന്തരീക്ഷമാണ് മനസ്സ്. വേറെ ഒരു ചരിത്രം പറയപ്പെടുന്നത് പാണ്ഡ്യരാജാവ് കണ്ണകിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂത്താൻ എന്ന ഒരു കൂട്ടം ആളുകൾ കണ്ണകിയുടെ വിഗ്രഹം കേരളത്തിൽ എത്തിച്ചതായി മറ്റൊരു കഥയുണ്ട്. മൂത്താന്മാർ കച്ചവടക്കാരാണ്. അവരുടെ കുലദൈവം കണ്ണകിയാണ്. പാലക്കാട്ട് മൂത്താൻ തറയിൽ അവൾക്കായി ഒരു ക്ഷേത്രവും പണിതിട്ടുണ്ട്. ദേവി വളരെ ശക്തിയാണ്. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് കൂടുതലാണ്. ഉച്ചപൂജയോട് അനുബന്ധിച്ച കൂട്ടുപായസവും വൈകുന്നേരം നടക്കുന്ന വെടിവഴിപാടും കഥാവേദിയും വിവാഹ അർച്ചനയും എല്ലാം ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളാണ്. മറ്റൊരു പ്രത്യേകത 3 വർഷത്തിലൊരിക്കലാണ് വടക്കന്തറ വേല നടക്കുക. ഇവിടുത്തെ നവരാത്രി ഉത്സവം വളരെ പ്രശസ്തമാണ്. പ്രശസ്തരായ നിരവധി കർണാടക ഗായകർ നവരാത്രി കാലത്ത് ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവതിയുടെ മുന്നിൽ പാടുന്നു. ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭഗവർ തൻ്റെ തിരക്കിനിടയിലും സമയം കണ്ടെത്തി എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിലെത്തി മുടങ്ങാതെ കച്ചേരി അവതരിപ്പിക്കാറുണ്ടായിരുന്നു. വടക്കന്തറ ഭഗവതി അഥവാ പാലക്കാട്ടുകാരുടെ സ്വന്തം അമ്മ അല്ലെങ്കിൽ തിരുപുരയ്ക്കൽ ഭഗവതി. ഭഗവതിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. പ്രധാന ക്ഷേത്രം തിരുപുരയ്ക്കൽ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും തിരുപുരയ്ക്കൽ ശ്രീ വടക്കന്തറ ഭഗവതി തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നത് ഇവിടെ. ഇനിയൊരു ചരിത്രം പറയപ്പെടുന്നത് ശിവഭഗവാൻ ദാരുകനെ വധിക്കാനായി കണ്ണുകൊട്ട് ഭഗവതിയും കന്നടത്ത് ഭഗവതിയും ചേർത്ത് കണ്ണകിയെ സൃഷ്ടിച്ചു എന്നാണ്. മധുരാ നഗരം ചുറ്റരിച്ച ശേഷം കണ്ണകി തൻ്റെ സഹോദരിമാരായ കണ്ണുകൊട്ട് ഭഗവതിയും കന്നടത്ത് ഭഗവതിയുമായി കേരളത്തിലേക്ക് വന്നു എന്നും കേശരി വർമ്മ എന്ന രാജാവ് അവർ 3 പേർക്കും ഒരു ക്ഷേത്രം പണിതു എന്നും പറയപ്പെടുന്നു. ഇത് പാലക്കാടുള്ള പ്രായരി എന്ന സ്ഥലത്താണ് ഇപ്പോൾ കണ്ണുകൊട്ട് ഭഗവതിയും കന്നടത്ത് ഭഗവതിയും ഉള്ളത്. പാലക്കാട് പടയോട്ടം നടന്നപ്പോൾ ഭഗവതി ഇപ്പോഴുള്ള സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു എന്നും പറയപ്പെടുന്നു. ചരിത്രങ്ങൾ പലതും ദേവിയെക്കുറിച്ച്, തിരുപുരയ്ക്കൽ ഭഗവതിയെക്കുറിച്ച്, അതായത് നമ്മുടെ സ്വന്തം വടക്കന്തറ അമ്മയെക്കുറിച്ച് പറയുമെങ്കിലും തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ഭാവം തന്നെയാണ് നമ്മുടെ ദേവി. ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട്ടുകൾ ഉള്ള ഈ വടക്കന്തറ പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് വടക്കന്തറ ഭഗവതി ക്ഷേത്രം. ചരിത്രരേഖകളിൽ ഹൈദരാലിയുടെ മകനും ഭരണാധികാരിയുമായ ടിപ്പു സുൽത്താൻ പാലക്കാട്ട് കോട്ടയിൽ തൻ്റെ ഭരണകാലത്ത് ക്ഷേത്രം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തതായി ചരിത്രം പറയപ്പെടുന്നു. എന്നിരുന്നാലും ദേവിയുടെ ചില വസ്തുക്കൾ ഇരിക്കുന്ന കസേര പോലുള്ളവ ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്നു. ദേവിയുടെ വിശേഷങ്ങൾ തീരുന്നില്ല. അമ്മമാരോടൊപ്പം ദേവിയെ ദർശിക്കാൻ പോയ കാഴ്ചകളിലൂടെയാണ് നിങ്ങൾ ഇതുവരെ കടന്നുപോയത്. നന്ദി, നമസ്കാരം.
അമ്മേ ഭഗവതി നമോസ്തുതേ.